എല്ലാവർക്കും കേരള കിച്ചൻ മോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഇത് സാധാരണ നമ്മൾ വെക്കുന്ന പോലത്തെ ചിക്കൻ കറി അല്ല. ഇതിനകത്തേക്ക് ഞാൻ തേങ്ങ നന്നായിട്ട് വറുത്ത് അത് അരച്ചു ചേർത്തതാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അതപ്പോൾ എങ്ങനെ വെക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ വറുത്ത് ചേർക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയാണ്. അപ്പോൾ അത് നമുക്ക് ഒരു ഫ്രൈ പാനിലിട്ട് നല്ല ബ്രൗൺ നിറം ആകുന്നിടം വരെ നമുക്ക് നന്നായിട്ട് വറുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനിത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഈ തേങ്ങ വറുക്കുന്നത് ആദ്യം കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ട് അത് വേവുന്ന സമയം കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ വറുത്ത് ഈ ഒരു കളറിൽ കരിഞ്ഞു പോകരുത്, ചെറിയ തീയിൽ വേണം നിങ്ങൾ വറക്കാൻ വേണ്ടി. അങ്ങനെ ഈ ഒരു കളർ ആകുന്നിടം വരെ വേണം നമ്മൾ തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി. എന്നിട്ടത് ചൂട് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. നന്നായിട്ട് ചൂട് ആറിയതിന് ശേഷമാണ് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നത്. ഇപ്പം ഞാനിത് വറുത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇത് സെപ്പറേറ്റ് ഞാൻ വറുത്ത് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ തേങ്ങ വറുത്ത് വേണമെന്ന് പറഞ്ഞല്ലോ. ഇനി ആവശ്യമുള്ളത് സവാളയാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ സവാള ഞാൻ 4-5 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ വേണ്ട തക്കാളിപ്പഴമാണ്. അത് ഞാനൊരു ചെറിയ തക്കാളിപ്പഴത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ 2 തക്കാളിപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. ഞാനൊരു ചെറിയ ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഇതേപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. കാരണം ഞാൻ ഈ സെയിം മിക്സിയുടെ ജാറിൽ തന്നെ കഴുകുന്നൊന്നുമില്ല, ഇതിനകത്തോട്ട് തന്നെ ഇട്ടാണ് ഞാനിപ്പം ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ തേങ്ങ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. വെള്ളം ചേർക്കാതെ തന്നെ ഇപ്പം നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തുകൊണ്ട് തന്നെ വെള്ളം ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. നന്നായിട്ടിത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ട് വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല, എന്നാലും നന്നായിട്ട് തന്നെ നമുക്കത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് വേണ്ടത്, മെയിനായിട്ട് വേണ്ട സാധനം ഞാൻ പറഞ്ഞില്ല, ചിക്കന്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ എന്ന് പറയുന്നത് ഒരു 1 കിലോ ചിക്കനാണ്. അത് ഞാൻ ഇതേപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ 1 കിലോ ചിക്കനൊക്കെ എടുക്കുമ്പോൾ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ പീസുകൾ വളരെ കുറവായിരിക്കും. പക്ഷേ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടതാ ഏകദേശം ഒരു കുഞ്ഞു പീസായിട്ട്, മീഡിയം സൈസും അല്ല, ശരിക്കും സ്മോൾ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ശരിക്കും ഈ ചിക്കൻ കറി കഴിക്കാനും നമുക്ക് നല്ല രുചിയുമായിരിക്കും ഈ ചിക്കൻ കറിക്ക്. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കഷ്ണങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കുക്കറിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല. നമ്മൾ തുറന്ന് വെച്ചാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അതായത് കുക്കറിൻ്റെ അകത്ത് വെച്ചാലും കുക്കറിൻ്റെ വിസിൽ വെക്കാണ്ട് തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുക്കർ എടുത്തതെന്ന് വെച്ചാൽ നല്ല അടികട്ടിയുള്ളൊരു പാത്രം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ കുക്കർ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുക്കർ ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, സാധാരണ എന്തെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങാക്കൊത്ത്. അപ്പോൾ നിങ്ങൾ തേങ്ങാക്കൊത്ത് എപ്പോഴും എടുക്കുമ്പോൾ ആദ്യം തന്നെ അത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം സവാളയൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ തേങ്ങാക്കൊത്തിട്ട് മൂപ്പിക്കുന്നതെങ്കിൽ അത് ശരിക്കും നല്ലതായിട്ട് ബ്രൗൺ നിറമായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എണ്ണ ചൂടായി കഴിയുമ്പോൾ തേങ്ങാക്കൊത്താണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ നിറമാകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സവാള എടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ആണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ സവാളയ്ക്കകത്തോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സവാള അതിലോട്ട് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് സവാള പെട്ടെന്ന് തന്നെ ഇത് വയന്ന് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സവാളയുടെ പരുവെന്ന് പറയുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നിടം വരെ. അപ്പോൾ നമ്മൾ ഇതിൽ കൊത്തുമണം ഉണ്ടായിരിക്കുമല്ലോ, ആ കുത്ത് മണം ഒന്ന് മാറുന്നിടം വരെ, അതായത് ആ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് തീയ് സിമ്മിലായിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പെട്ടെന്ന് തന്നെ അടിയിൽ കയറി അങ്ങ് ശരിക്കും പറ്റിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്മിലിട്ട് വേണം ഈ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിപ്പഴം അത് നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിപ്പഴം നന്നായിട്ട് വഴറ്റി അത് നല്ലതായിട്ട് വേവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് നന്നായിട്ട് അലിഞ്ഞ് ചേരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ, 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാല ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്, അതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ഉണ്ട്. അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 2 ടീസ്പൂണ്. ഞാനപ്പോൾ ഇതിനകത്ത് പച്ചമുളക് ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എരിക്ക് വേണ്ടിയാണ് ഞാൻ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കും. നിങ്ങളുടെ പച്ചമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വരെ നമുക്ക് നന്നായിട്ട് ചെറിയ തീയിലിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം. കാരണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിക്കൻ കറി വെച്ച് കഴിയുമ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ട്, അതായത് ഒരു സെമി ഗ്രേവി തിക്കിലേക്ക് മാറും. പക്ഷെ നമുക്ക് കപ്പയൊക്കെ കഴിക്കണമെങ്കിലോ ഇപ്പോൾ അപ്പമൊക്കെ കഴിക്കണമെങ്കിൽ ഇച്ചിരി ചാറായിട്ട് വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സമയത്താണ് നിങ്ങളെപ്പോഴും വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. സാധാരണ ചിക്കനകത്ത് ധാരാളം വെള്ളമുണ്ട്, ചിക്കനിൽ നിന്ന് ബാക്കിയുള്ള വെള്ളം നന്നായിട്ട് ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കില്ല, അപ്പം ഭയങ്കര വെള്ളമായിപ്പോൾ ചിക്കൻ കറി, അപ്പോൾ ടേസ്റ്റ് ഒട്ടും കാണത്തില്ല. ജസ്റ്റ് ഈ സമയത്ത് ഇതേപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഗ്രേവി നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഉപ്പൂടെ നോക്കിയിട്ട് ഉപ്പ് പരുവാണോ നോക്കുക, ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്തെടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി സവാളയ്ക്കകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പിനകത്ത് ഓൾറെഡി ഉണ്ട്. എന്നിരുന്നാലും നമ്മളിപ്പോൾ വെള്ളമൊക്കെ ചേർത്തുകൊണ്ട് ഇച്ചിരി ഉപ്പിൻ്റെ ആവശ്യം വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ അകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, 1 കിലോയുടെ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ചിക്കന് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്തൊരു തരം മെഴുകു പോലെ, വഴുവഴുപ്പ് പോലെ സംഭവമുണ്ട്. അത് കളയാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഞെരടി കഴുകിയാൽ മതി. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ചിക്കന് ക്ലീനായി കിട്ടും. അതിന് ശേഷം നല്ല വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നമ്മൾ വെള്ളം വാറാൻ വേണ്ടി ഒരു അരിപ്പയിലോ വല്ല ഇട്ട് വയ്ക്കുക. അങ്ങനെ ഞാൻ ഇട്ട് വെച്ചിരുന്ന ചിക്കനാണിത്. അതാണ് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രേവിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത സമയത്ത് വെള്ളം കുറവായിട്ട് തോന്നുകയാണ് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ. കാണാം ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്കിപ്പം ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുക്കറി വെച്ചാലും കുക്കറിൻ്റെ അടപ്പിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. സാധാരണ വേറൊരു അടപ്പ് വെച്ചാണ് നമ്മൾ വേവിക്കാൻ വേണ്ടി. ചിക്കൻ കറി ഒരിക്കലും, അതായത് നമ്മൾ ബ്രോയിലർ ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരിക്കലും കുക്കറി വെക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കനങ്ങ് വെന്ത് ശരിക്കും എന്താ പറയുക, വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ കുക്കറി വെച്ചാലും കുക്കറിൻ്റെ അടുപ്പ് വെച്ച് അടയ്ക്കല്ല, വേറൊരു നമ്മുടെ ഏതെങ്കിലും ഒരു അടപ്പ് പാത്രം വെച്ച് നമുക്ക് അടച്ചിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ട് ഒട്ടും തന്നെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ, വറുത്തരച്ച തേങ്ങ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പം ഈ ചാറ് ഒന്നുകൂടെ നന്നായിട്ടങ്ങ് കുറുകും. അപ്പോൾ അങ്ങനെ കുറുകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വെള്ളം നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല ചൂടുവെള്ളം ആ സമയത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടുവെള്ളമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഒന്നുകൂടെ ഞാൻ അടച്ചു വെച്ച് വേവിച്ചായിരുന്നു.
അപ്പോഴത്തേക്കും നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നു, ബാക്കിയുള്ള വെള്ളമോടെ നന്നായിട്ട് ഇറങ്ങി വന്നു. അപ്പോൾ നമ്മളിങ്ങനെ വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിക്കാവുന്നതാണ്. എല്ലാം കൂടി ഒരു 10-12 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരച്ചു വെച്ചിരുന്ന തേങ്ങ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് കലക്കി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ആ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചിക്കൻ ഉടഞ്ഞു പോകുമോ എന്നുള്ള, അത് ഒരിക്കലും ഉടഞ്ഞോ പൊടിഞ്ഞോ ഒന്നും പോകത്തില്ല. കാരണം നമ്മൾ അടച്ച് വെച്ച്, അതായത് നമ്മൾ കുക്കറിൻ്റെ അടുപ്പ് വെച്ചാലല്ലോ നമ്മളിത് അടച്ചു വെച്ചിരുന്നത്, അല്ലാത്ത സെപ്പറേറ്റ് അടുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒട്ടും തന്നെ പൊടിഞ്ഞൊന്നും പോകത്തില്ല. ഇനി നമുക്കിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പില നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം, കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് സ്റ്റീം കയറി നന്നായിട്ട് ഒന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. ഇപ്പം ഒരു 3-4 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, എണ്ണയൊക്കെ നന്നായിട്ട് മുകളിൽ നന്നായിട്ട് അടിഞ്ഞ് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ തേങ്ങ വറുത്തരച്ച് ചേർക്കുമല്ലോ, അപ്പോൾ അതിനകത്തും നല്ല എണ്ണമയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് മുകളിലിങ്ങനെ വന്ന് കിടന്നത്. കണ്ട, അടിപൊളിയായിട്ടുള്ള നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം അടച്ച് തന്നെ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി വറുത്തരച്ച നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പത്തിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ചിക്കൻ കറി വെച്ച് നോക്കിയേ, നിങ്ങൾ പിന്നെ ഇതേപോലെ വയ്ക്കുന്നത് അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. ആ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ആ തേങ്ങയൊക്കെ വറുത്തരച്ചതിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, പിന്നെ തക്കാളിയുടെ ഒരു ചെറിയൊരു പുളിയും എല്ലാം കൂടെ നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ് നമ്മുടെ ഈ വറുത്തരച്ച ചിക്കൻ കറിക്ക്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് വീട്ടിൽ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിക്കേ, എന്നിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും എന്നോട് പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നല്ല കുഞ്ഞു ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ല. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികൾ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.